മഞ്ഞൾ ഒത്തിരി റിക്വയർമെന്റ് വരുന്ന മഞ്ഞളിന്റെ പൊടി, അത് മഞ്ഞപ്പൊടിയാണല്ലോ നമുക്ക് കിട്ടുന്നത്. മഞ്ഞൾപ്പൊടിയല്ല. പിന്നെ മുളക് കാര്യങ്ങൾ, ഇതിലൊക്കെ ചേർക്കുന്ന കാര്യങ്ങൾ ക്യാൻസറസ്, കാർസിനോജൻസ്. പിന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ അവെയർ ആയിരിക്കേണ്ട ഒരു കാര്യം ഇനി തുണി ഉടുക്കുമ്പോഴാണ്. അപ്പൊ ആൾക്കാർ ഓർക്ക് ഈ തുണി ഉടുക്കുന്നതിൽ എന്താണ് ഇത്രയും നമ്മൾ ആലോചിക്കാനുള്ളത്? ഡൈസ്, ആസോ ഫ്രീ ഡൈസ് ഉള്ള തുണികൾ നോക്കണം. സ്കിന്നിൽ നമ്മൾ പിന്നെ ഈ ആൾക്കാർക്ക് ക്യാൻസർ വരും. അപ്പം നമ്മൾ പറയും ഈ എന്ത് ചെയ്തിട്ടാണ് ക്യാൻസർ വന്നത്? കാര്യം പുള്ളി അങ്ങനെ രാവിലെ എഴുന്നേറ്റ് നടക്കുമായിരുന്നു, എടുക്കുമായിരുന്നു, അങ്ങനെയല്ല. ഒരു പൊള്യൂട്ടഡ് ബാക്ക്ഗ്രൗണ്ടിൽ, ഇപ്പം ഒരു ഫാക്ടറിയുടെ അടുത്തൊരാൾ താമസിക്കുന്ന ആളാണ്. ഫാക്ടറിയിലെ പുറന്തള്ളുന്ന വെള്ളത്തിൻ്റെ മാലിന്യം ആ പരിസരങ്ങളിൽ അവരുടെ കിണറിലും ഒക്കെ എത്തുന്ന സാഹചര്യമുണ്ട്, അല്ലെങ്കിൽ അവർ ശ്വസിക്കുന്ന വായിലുണ്ടെങ്കിൽ അയാൾക്കത് വന്നിരിക്കും. അല്ല അയാളിപ്പോൾ രാവിലെ 5 മണിക്ക് എണീറ്റ് നടന്നതുകൊണ്ടോ അയാൾ നല്ല ഭക്ഷണം കഴിച്ചതുകൊണ്ടോ കാര്യമില്ല. ഇല്ല. പിന്നെ എനിക്കറിയുന്ന ഒരാൾ ഒരു സിമെൻറ്റ് ഫാക്ടറിയിലാണ് ജോലി ചെയ്തിരുന്നത്. പുള്ളി ചുമക്കുന്ന കാണുമ്പോഴേ ഞാൻ പറയുമായിരുന്നു, നല്ലോണം ശ്രദ്ധിച്ചോ, നിങ്ങൾക്ക് നല്ല പ്രശ്നമുണ്ടെന്ന് പറയുമായിരുന്നു. കുറേ നാൾ കഴിഞ്ഞ് പുള്ളി എന്നെ വിളിച്ചു, ലങ് ക്യാൻസറാണ്. അപ്പം ഈ ശരീരത്തിൻ്റെ പുറന്തള്ളലുകളെ നമ്മൾ ശ്രദ്ധിച്ചേ പറ്റുള്ളൂ. അതായത് ചുമക്കുന്നുണ്ടോ, ചുമച്ച രോഗിയാണെന്ന് ഞാൻ പറയുന്നില്ല, ആ ചുമ നിർത്തുമ്പോൾ നിങ്ങൾ പ്രശ്നമാവും. ഇപ്പോൾ ഒരാൾ കണ്ടിന്യൂസ് ചുമക്കുകയാണ്, എത്ര ദിവസം ചുമക്കും? ചുമച്ച് കഴിയുമ്പോൾ പോയി ആൻറ്റിബയോട്ടിക് കഴിക്കും. ചുമച്ച് പോകേണ്ട കാര്യങ്ങളാണെന്നേ ബോഡി ചുമച്ച് കളയുന്നേ. ബോഡി ഒരു പനി വരുത്തുന്നു. ഞാനിപ്പോൾ രാവിലെ തീരുമാനിക്കുക തപസ്സിരിക്കുകയാണ്, എനിക്ക് നാളെ പനി വരണം. ആർക്കെങ്കിലും തപസ്സിരുത്തി പനി വരുത്താൻ പറ്റുമോ? ഇല്ല, പനി വരില്ല. അപ്പോൾ പനി വരണമെന്നുണ്ടെങ്കിൽ ബോഡി എന്ത് ചെയ്യണം? ബോഡിക്കൊരു എഫർട്ട് ഉണ്ട്. എന്താ പറയുക, എൻ്റെ രോഗിക്ക് ഒരു പനി തരാൻ പറഞ്ഞാൽ ഒരു ആധുനിക വൈദ്യശാസ്ത്രത്തിൻ്റെ പിതാവെന്ന് പറയുന്നത്, മനസ്സിലായോ? പക്ഷേ ആ പനി വന്നു കഴിഞ്ഞാൽ എന്താണ്, ആ പനിയെ നിങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു, നിങ്ങളുടെ രോഗങ്ങളെ നിങ്ങളെ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു, നിങ്ങളുടെ മാലിന്യത്തെ ഇപ്പം നമുക്കൊരു ഛർദിൽ വരുന്നു, വയറിളക്കം വരുന്നു, നിങ്ങളത് എങ്ങനെ കൈകാര്യം ചെയ്യുന്നു, നിങ്ങളത് നിർത്തുകയല്ലേ? അതെ. യൂഷ്വലി അപ്പോൾ ഒരു പനി വന്നാലോ അല്ലെങ്കിൽ കഴിക്കില്ല. ഹോസ്പിറ്റലിൽ പോവില്ല. ഓക്കെ. അത് ഡോക്ടേഴ്സിന് വിശ്വാസം ഇല്ലാത്തതുകൊണ്ടോ പിന്നെ മറ്റേ ആധുനിക വൈദ്യശാസ്ത്രത്തോടുള്ള വിരോധം കൊണ്ടൊന്നുമല്ല. ഗൈനക്കോളജിസ്റ്റുകളായവർ എൻ്റെ അടുത്ത് ഡയറ്റിന് ആൾക്കാരെ വിടുന്നുണ്ട്. ഗൈനക്കോളജിസ്റ്റുകൾ ചിലർ അവർ തന്നെ പറയും, ഒരു നാച്ചുറൽ എനർജി, ഒരു നേച്ചറിൻ്റെ ഒരു ശക്തി ഉണ്ട്. ചിലർ എന്തൊക്കെയാണേലും പ്രഗ്നന്റ് ആവില്ല, അവർക്ക് യാതൊരു പ്രശ്നവും കാണില്ല, ഒരു പ്രശ്നം ലൈഫ് സ്റ്റൈലും ഉണ്ടായിരിക്കും. ഒന്നുമല്ല, അതിനകത്ത് പ്രകൃതിയുടെ ഒരു ഇതുണ്ട്. പണ്ട് ഞങ്ങൾക്ക് നമ്മളിതൊക്കെ ഓരോന്നൊക്കെ ഇപ്പൊ ഇന്റർവ്യൂ ചെയ്യുമ്പോൾ നിങ്ങളിത് എയർ ചെയ്യുമല്ലോ അല്ലേ, എയർ ചെയ്ത് കഴിയുമ്പോഴത്തേക്കിന് വിമർശനങ്ങൾ. പണ്ട് ലേനയുടെ ഒരു ഇന്റർവ്യൂ പറഞ്ഞതിനകത്ത് ഒരു സത്യമുണ്ട്. എന്താണെന്ന് പറയുമ്പോൾ ഈ മൈഗ്രെയിൻ ഉള്ളവര് നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾക്കൊരു അസൂയ ഇല്ലാതിരിക്കാൻ, നിങ്ങൾക്കൊരു ആൾക്കാരോട് ശത്രുത ഇല്ലാതിരിക്കാൻ നിങ്ങളുടെ മൈഗ്രെയിൻ മാറുമെന്ന്. ശരിക്കും അതൊരു ഫാക്റ്റാണ്. ശരിക്കും മൈഗ്രെയിൻ എന്ന് പറയുന്നത് മനസ്സിനെ അല്ലെങ്കിൽ ഭക്ഷണത്തെ എല്ലാം ഭയങ്കരമായിട്ട് കണക്റ്റഡ് ആയ ഒരു അസുഖമാണ് അല്ലേ. അത് ചിലർക്ക് ചികിത്സിച്ചാൽ മാറില്ല, ചികിത്സിച്ചല്ല മാറ്റേണ്ടത് അത് ആക്ച്വലി. അപ്പം ശരിക്കും പറഞ്ഞാൽ ഒരു വലിയ ആധുനിക വൈദ്യശാസ്ത്രത്തിൽ തന്നെ വലിയ പ്രഗത്ഭനായ ഒരാൾ പറഞ്ഞതെന്നാന്ന് പറഞ്ഞാൽ, നിങ്ങൾ മൈഗ്രെയിനുമായി ബുദ്ധിമുട്ടുന്ന ആളാണ്, യു ജസ്റ്റ് ഗോ ടു എ റൂം, എന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ ശത്രു ലിസ്റ്റിലുള്ളവരുടെയും നിങ്ങൾക്ക് പകയുള്ളവരുടെയും നിങ്ങൾക്ക് ദേഷ്യം തോന്നുന്നവരുടെയൊക്കെ ലിസ്റ്റ് ചെയ്യുക. കട്ട് 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 കട്ട്, മൈഗ്രെയിൻ വിൽ ഗോ. എന്ന് പറഞ്ഞാൽ മനസ്സാണ് എല്ലാത്തിൻ്റെയും അടിസ്ഥാനം. മനസ്സാണ് ശരീരത്തെയും നിയന്ത്രിക്കുന്നത് അല്ലേ. അപ്പം ഞാനത് പറഞ്ഞേ, അപ്പം നമ്മുടെ ഒരു മനസ്സ് എന്ന് പറയുന്നത് ഭക്ഷണം, ജീവിതം, ഇതിലെല്ലാം സെറ്റാകുന്നതിന് പകരമായി ഇപ്പം ഏതൊക്കെയോ ഭ്രമങ്ങളിൽപ്പെട്ടാണ് നമ്മളൊക്കെ ജീവിക്കുന്നത് അല്ലേ. ഞാൻ ഒരിക്കലും 50+ ഓർത്ത് കൺസേൺഡ് അല്ല. ആൻഡ് ഐ ആം ഓൾസോ ഹിറ്റ് ചെയ്യാൻ പോകുന്നു 50-ലേക്ക്. ഞാൻ നമ്മുടെ സമൂഹത്തിലെ കുട്ടികളെയും ചെറുപ്പക്കാരെയും ഓർത്താണ് ഞാൻ വറീഡ് ആവുന്നത്. കാര്യം എന്നാന്ന് പറഞ്ഞാൽ അവരാണ് ഇന്ന് ആരോഗ്യത്തിൽ പ്രശ്നത്തിലായിരിക്കുന്നത്. US കഴിഞ്ഞ ദിവസം ഒരു തീരുമാനത്തിലേക്ക് പോയിട്ടുണ്ടോയെന്ന് ഞാൻ അത്ര വ്യക്തമല്ല, എങ്കിൽ പോലും പ്രഷർ, ഷുഗർ, ക്യാൻസർ അതുപോലെയുള്ള ജീവിതശൈലി രോഗങ്ങളിലുള്ളവരെ ഇനി അങ്ങോട്ട് വിസ പെർമിറ്റ് കൊടുക്കുന്നില്ല. ഇനി അങ്ങനെ എല്ലാ രാജ്യങ്ങളും ഒക്കെ ഒന്ന് തീരുമാനിക്കേണ്ട സ്ഥിതി വന്നു കഴിഞ്ഞാൽ അപ്പൊ എല്ലാവരും മാറാൻ നോക്കും, കം ബാക്ക്. അപ്പോഴാണ് ഇനി നമ്മൾ നാച്ചുറൽ എഡിബിൾസിനെ കൊണ്ട് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ അത് നമ്മുടെ ഒരു തിരിച്ചുവരവായിട്ട് കാണേണ്ടത്. അപ്പോൾ ഭക്ഷണം ഇപ്പം ഞാനും ശ്രമിക്കുന്ന ഒരു കാര്യം എന്നാന്ന് വെച്ചാൽ സമൂഹത്തെ അത് പറഞ്ഞ് മനസ്സിലാക്കുക. പക്ഷെ ഒരു 1% താഴെ പോലും അത് മനസ്സിലാക്കിയിട്ടുണ്ടോ എന്നറിയില്ല. തുണികളിലേക്ക് വന്നപ്പം ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഇന്ന് നമുക്കൊരു കളർ വേണം, ആ കളറിനെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുകയാണ് അല്ലേ. നമ്മൾ പോയി ക്രീം തുണി എടുക്കുന്നു,
വൈറ്റ് തുണി എടുക്കുന്നു, എന്നിട്ട് ഡൈ ചെയ്യുന്നു. എന്നിട്ട് ഇത് നമ്മൾ ദേഹത്ത് ഇട്ടുകൊണ്ട് ഇങ്ങ് നടക്കുകയാണ്, സ്വെറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇത് ശരീരത്തിൻ്റെ ഉള്ളിലേക്ക് കയറുന്നു അല്ലേ, എന്നിട്ട് അത് പല പ്രവർത്തനങ്ങൾ നടത്തുന്നു. ശരിക്കും നമ്മുടെ DNA മ്യൂട്ടേഷൻ ഉണ്ടായാൽ മാത്രമേ ഉള്ളൂ നമുക്ക് ഈ പറയുന്ന പോലെ ഡൗൺ സിൻഡ്രോം, ഓട്ടിസം ഇങ്ങനെയൊക്കെയുള്ള കുട്ടികൾ ജനിക്കുള്ളൂ. നമ്മുടെ DNA മ്യൂട്ടേഷൻ വരണം. DNA മ്യൂട്ടേഷൻ എന്ന് പറയുന്നത് ഒട്ടും എളുപ്പമുള്ള കാര്യമല്ല. എന്ന് പറഞ്ഞാൽ വർഷങ്ങളോളം എന്തിലൊക്കെയോ അവരുടെ സമ്പർക്കം മൂലമോ അല്ലെങ്കിൽ അവർക്ക് എങ്ങനെയൊക്കെയോ വലിയ പ്രശ്നങ്ങൾ ശരീരത്തിനുണ്ടായാൽ മാത്രമേ മ്യൂട്ടേഷൻ ഉണ്ടാവുന്നുള്ളൂ. മ്യൂട്ടേഷൻ ഉണ്ടായാലാണ് ഇങ്ങനെയുള്ള ഈ പറയുന്ന നമ്മുടെ നെക്സ്റ്റ് ജനറേഷന് ഈ പ്രശ്നങ്ങളിലേക്ക് വരുന്നുള്ളൂ. നമ്മൾ പണ്ടൊരു ഓട്ടിസം ഉള്ള ഒരു കൊച്ചിനെ വൺസ് ഇൻ എ വൈൽ കാണുന്നുണ്ടെങ്കിൽ ഇന്ന് എത്ര പിള്ളേർ നമ്മൾ കാണുന്നുണ്ട്. പിള്ളേരെ നിങ്ങളൊന്ന് ഇരുത്താൻ നോക്കി, ഇരിക്കുന്നുണ്ടോ പിള്ളേരിപ്പം? ഒന്നും ഇരിക്കത്തില്ല, അവർക്ക് ഇരിക്കാൻ പറ്റുന്നില്ല. ഇനി പോട്ടെ, ഒരു 35-36 വയസ്സ് ഒരു യങ്സ്റ്റേഴ്സിനെ നോക്കിയോ, അവർ ആടത്തേ ഉള്ളൂ. ഒരു കാല് വയ്ക്കും, പിന്നെ ഒരു കാല് വയ്ക്കും, പിന്നെ ഇവർക്ക് നിൽക്കാൻ പറ്റുന്നില്ല ഇപ്പം അല്ലേ. സമാധാനം ഇല്ല. നമുക്ക് വന്ന് സൗകര്യങ്ങൾ കൂടി വന്നപ്പോൾ സമാധാനം പോയി കിട്ടി നമ്മുടെ അല്ലേ. അപ്പം ഞാൻ പറഞ്ഞത് ഈ ഒരു നമുക്ക് നമ്മളിലേക്ക് ഭക്ഷണത്തിലൂടെ മാത്രമല്ല വസ്ത്രത്തിലൂടെ, നമ്മൾ ഉപയോഗിക്കുന്ന കോസ്മെറ്റിക്സിലൂടെ ഇല്ലേ. നമ്മൾ എന്തോരം പേര് ഹെയർ ഓയിൽ മേടിച്ച് തേച്ച് മുടി വരും. ഒരു ഹെയർ ഓയിലിനും മുടി വളർത്താനുള്ള ശരിക്കും ഓയിലിന് ഡയറക്റ്റ്ലി ഒരു ബന്ധവുമില്ല മുടിയുമായിട്ട്. പല സ്കിൻ ഡോക്ടേഴ്സും പറയുന്നത് ഹെയർ ഓയിൽ തലയിൽ അങ്ങനെ തേക്കരുത്. വേണമെങ്കിൽ മുടിയുടെ തുമ്പിൽ മാത്രം തേച്ചോ, ഇവിടെ വേണ്ട എന്നാ പറയുന്നത്. പിന്നെ സ്കാൽപ്പില് ചില ഒരു ഹോട്ട് ഓയിലൊക്കെ വല്ലപ്പോഴും നമ്മുടെ വെളിച്ചെണ്ണ മതി, നമ്മുടെ വെളിച്ചെണ്ണ എടുത്ത് ഒന്ന് ചുമ്മാ ഒന്ന് തേച്ച് വിടുക. അപ്പം ഞാനൊരു 5-6 വർഷമായിട്ട് എണ്ണയൊന്നും തേച്ചിട്ടേ ഇല്ല. ഞങ്ങളുടെ വീട്ടിൽ ആരും തലയിൽ എണ്ണ ഉപയോഗിക്കാറില്ല. അപ്പോൾ മുടിക്കെന്നും പറഞ്ഞുകൊണ്ട് കിൻഡൽ കണക്കിന് ടൺ കണക്കിന് ഹെയർ ഓയിലാണ് ഇവിടെ വിറ്റ് പോകുന്നത്. അതിനകത്തൊരു ടെക്നിക്ക് ഉണ്ട്. അതെന്താണെന്ന് ഞാൻ ആദ്യം പറഞ്ഞ പോയിന്റാണ് അത്. മനസ്സ്. ഞാനൊരു എണ്ണ തേച്ചാൽ എൻ്റെ മുടി വളരും എന്ന് എൻ്റെ മനസ്സിനോട് പറഞ്ഞാൽ മുടി വളരും. അത് എണ്ണ തേച്ചുകൊണ്ടല്ല, നിങ്ങളുടെ വിശ്വാസം കൊണ്ടാണ്. മനസ്സിലായോ? അപ്പൊ ഈ വിശ്വാസത്തെയാണ് ഇവരൊക്കെ എന്ത് ചെയ്യുന്നത്, മാർക്കറ്റ് ചെയ്യുന്നത്. കാര്യം എനിക്ക് മുടിയുണ്ടെങ്കിൽ എനിക്ക് എണ്ണ വിൽക്കാം. അപ്പം ഞാൻ എനിക്ക് മുടിയില്ലാതെ എനിക്ക് എണ്ണ വിറ്റാൽ സക്സസ് ആവത്തില്ല. ഞാൻ എൻ്റെ മുടിയെ മാർക്കറ്റ് ചെയ്താണ് വിൽക്കുന്നത്. പിന്നെ അത് വിൽക്കുന്നവരുടെ മിടുക്കായിട്ടേ ഞാൻ പറയുള്ളൂ. അത് വാങ്ങിക്കുന്നവർക്ക് ബോധം വേണം. ഇതൊക്കെ തേച്ചിട്ടാണ് 1000 രൂപയുടെ എണ്ണ വാങ്ങിച്ച് തലയിൽ തേക്കുന്നതിന് പകരമായിട്ട് ആ 1000 രൂപയ്ക്ക് ഒരാഴ്ച ഫ്രൂട്ട്സ് കഴിച്ച വ്യത്യാസം വരും. സി ബോഡി ഡാമേജുകൾ പരിഹരിച്ചു കഴിഞ്ഞാൽ മാത്രമേ ഉള്ളൂ മുടി നന്നായി വളരും. ഇഫ് യു ആർ ഹെൽത്തി, നിങ്ങളുടെ മുടിയും പല്ലും എല്ലാം ഓക്കെ ആയിരിക്കും, നിങ്ങളുടെ നഖവും എല്ലാം ഓക്കെ ആയിരിക്കും. ഫസ്റ്റ് ഇതിനെല്ലാം വേണ്ടത് ഗട്ട് ഹെൽത്ത് നോക്കുക. ദെൻ മനസ്സ് ശരിയാകുക, ഉറക്കം. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നമ്മൾ മിനിമൈസ് ചെയ്യണം. കോസ്മെറ്റിക്സ് ആയാലും എല്ലാം, ഗട്ട് ഹെൽത്ത് ഇതെല്ലാം റിലേറ്റഡ് ആണ് കേട്ടോ. അപ്പം നമ്മൾ ഹാൻഡ് ക്രീം നിങ്ങളൊന്നും ചെയ്യണ്ട, നിങ്ങൾ ഇച്ചിരി വെന്ത വെളിച്ചെണ്ണ കയ്യിലും കാലിലും എല്ലാം അങ്ങോട്ട് തേച്ചോ, എന്നിട്ട് കുളിച്ചോ. പിന്നെ ഡ്രൈ സ്കിൻ ഇല്ല. ഇനി വേറൊരു വിഷയമുള്ള എന്നാന്ന് വെച്ചാൽ, നമ്മൾ പണ്ട് അഡ്രസ്സ് ചെയ്യാത്ത കുറേ കാര്യങ്ങൾ ഇന്ന് ആൾക്കാർ അഡ്രസ്സ് ചെയ്യിപ്പിക്കുകയാണ് അല്ലേ. പണ്ട് പ്രസവം കഴിഞ്ഞാൽ ഒരു സ്ത്രീ ഉറങ്ങിയിട്ടില്ല. പ്രസവം കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ ഉറങ്ങാൻ പറ്റുന്നത്? ഞാനൊരു വർഷങ്ങളോളം ഉറങ്ങിയിട്ടില്ല. പക്ഷെ എനിക്കതൊരു പോസ്റ്റ് പാർട്ടം എന്നൊക്കെ നമ്മൾ അതൊന്നും ആണെന്ന് ഞാൻ ചിന്തിച്ചിട്ടില്ല. പക്ഷെ നമ്മളത് ചിന്തിച്ച് നമ്മളത് വരുത്തും. ഇപ്പം അങ്ങനെ ഒരു സ്ഥിതി ഉണ്ട്, പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ. അപ്പൊ ഇപ്പൊ ഒരു കൊച്ചുണ്ടായി കഴിഞ്ഞാൽ ഒരുപാട് വേദനകൾ ഒരു സ്ത്രീക്കുണ്ട്. അപ്പൊ നമ്മൾ അതിൽ കൺസേൺ ആയാൽ നമ്മൾ അഡ്രസ് ചെയ്ത് നമുക്ക് അതൊരു പ്രശ്നമാണ്. പിന്നെ നമ്മൾ അതിന് മരുന്ന് കഴിക്കേണ്ടി വരും. പിന്നെ നാച്ചുറലി ഇതൊന്നും നോക്കാണ്ട് നല്ലപോലെ അത് അനുഭവിക്കുന്ന ആളുകളും ഉണ്ട്. പിന്നെ ഇനി ഗർഭകാലം എന്ന് പറയുന്നത് നല്ല ഭക്ഷണം കഴിക്കേണ്ടത്, അല്ലാതെ ഫ്രൈഡും ഇതും എല്ലാം കഴിക്കേണ്ട കാലമല്ല. ഞാൻ ഒരു മോനെ വീട്ടിലാണ് പ്രസവിച്ച ഇളയാണ്. ഞാൻ 13ഓളം പ്രസവങ്ങൾ എടുത്തിട്ടുണ്ട്. ഞാൻ എന്താ പറയുന്നത്, ഒരുപാട് പേർക്ക് ഇൻഫെർട്ടിൽ 45 വയസ്സുള്ളവർക്ക് വരെ ഞാൻ ഡയറ്റ് കൊടുത്തിട്ടുണ്ട്. ഒരു ഓവറേ ഉള്ളൂ, അവരുടെ പീരീഡ്സ് 27 വയസ്സിൽ സ്റ്റോപ്പ് ആയതാണ്. ഞാൻ അവർക്ക് ഡയറ്റ് കൊടുത്ത് അവർ 45 വയസ്സിലൊരു പെൺകുഞ്ഞിനെ പ്രസവിച്ചു. ഇപ്പോൾ അവർക്ക് 5 വയസ്സായി. അപ്പം ഇതിൽ നിന്നെല്ലാം നമുക്ക് മനസ്സിലാകുന്നത് ദ ബോഡിയാണ് നമ്മളെ തകരാറുകളെ പരിഹരിക്കുന്നത്. നിങ്ങൾ മരുന്ന് കഴിച്ചാലും ഇല്ലെങ്കിലും 7 to 10 ഡേയ്സിൽ നിങ്ങളുടെ പനി മാറും. നിങ്ങളുടെ ബോഡിക്ക് എത്ര മാലിന്യമുണ്ടോ, നിങ്ങളുടെ ബോഡിക്ക് എത്ര തകരാറുകളുണ്ടോ, അതനുസരിച്ച് നിങ്ങളുടെ
ദൈർഘ്യം കൂടും. നിങ്ങളുടെ രോഗം മാറി നിങ്ങൾ പൂർവ്വസ്ഥിതിയിലേക്കാകാനായിട്ട് ദൈർഘ്യം കൂടും എന്നുള്ളതാണ്. അപ്പോൾ ഭക്ഷണ ജീവിത രീതിയിൽ മാറ്റം വരുത്തിയാൽ മാത്രമേ ഉള്ളൂ നമുക്ക് ഒരു നല്ല സമൂഹത്തെ ഇവിടെ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ ഈ സിസ്റ്റം എറർ റെക്കർ ചെയ്തുകൊണ്ടേയിരിക്കും. അതെ. അപ്പോൾ ഒരിക്കലും നമുക്ക് ആരോഗ്യമുള്ളൊരു സമൂഹത്തെ ജനിപ്പിച്ചെടുക്കാൻ പറ്റില്ല. അപ്പം ഭക്ഷണത്തെ മുൻനിർത്തി അതിനുള്ള സ്റ്റാർട്ടപ്പുകളെയൊക്കെ പിന്തുണച്ചെന്ന് വാർത്ത വായിക്കുന്നതല്ല, ഇതൊന്നും ഇല്ല ഇവിടെ എവിടെയും. ഇതൊക്കെ തുടങ്ങുന്നു, പിന്നെ കുറച്ച് നാൾ കഴിയുമ്പോൾ ഇതൊക്കെ പൂട്ടുന്നു. ഇത് തുടങ്ങാനൊരു കണക്ക്, പൂട്ടുന്നതിന് കണക്കില്ല. ഇല്ല. അപ്പം ഞാനാണെങ്കിൽ പോലും എനിക്ക് ആരെയും ബോധിപ്പിക്കാനുണ്ടാത്തത് കൊണ്ട് ആക്ച്വലി ഞാൻ നിർത്തി, ഞാൻ തുടങ്ങുമെന്ന് 26 ഞാൻ റീസ്റ്റാർട്ട് ചെയ്യും എന്ന് ഞാൻ പറയുന്നത്. അപ്പം മനുഷ്യന് ഈ പറയുന്ന ആരോഗ്യം എന്ന് പറയുന്നത് ഇനിയുള്ള കാലത്ത് വളരെ വാങ്ങാൻ കിട്ടാത്ത, വിലമതിക്കാനാവാത്ത, മനസ്സിലായില്ലേ? നമ്മളെപ്പോഴും പറയും ആരോഗ്യം പണം കൊടുത്ത് നിങ്ങൾക്ക് മേടിക്കാൻ പറ്റില്ല. ഹോസ്പിറ്റൽ വിൽ നോട്ട് പ്രൊവൈഡ് ഹെൽത്ത്. നമുക്കത് അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്കിനും അവർ അതിനൊരു ഡിസീസ് മാനേജ്മെൻറ്റാണ് അവിടെ, ഇല്ലേ? നമ്മൾ ആശുപത്രിയിൽ ചെന്നിട്ട് ഹെൽത്ത് കെയർ ആണ് ചോദിക്കുന്നത്. എനിക്കിപ്പോൾ ആരോഗ്യമുണ്ട്, ഐ എം ഹെൽത്തി ടുഡേ, എനിക്ക് ഇനി എങ്ങനെ ആരോഗ്യം നിലനിർത്തണം. നമ്മൾ പനി വന്നാലും അസുഖം വന്നാലല്ലോ അവിടെ പോകത്തുള്ളൂ. അപ്പോൾ അവിടെ പോകുമ്പോൾ ദേ ആർ ഡൂയിങ് എ ഡിസീസ് കെയർ. അതല്ലാതെ അവരൊരിക്കലും ഒരു ഹെൽത്ത് കെയർ അല്ല നിങ്ങൾക്ക് ചെയ്യും. ഹെൽത്ത് കെയർ സിസ്റ്റവും അല്ലത്, അത് ശരിക്കും ഡിസീസ് കെയർ ആണ്. ഡിസീസിന് മുമ്പ് ഒരു സമയമുണ്ട്, അല്ലേ? ഡിസീസ് എന്ന് പറഞ്ഞാൽ ഈസി അല്ല. നമ്മുടെ ഈസി കണ്ടീഷൻ മാറുമ്പോഴാണല്ലോ നമ്മൾ ഡിസീസ് എന്ന് പറയുന്നത്. സോ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് എൻവയോൺമെൻറ്റ് പ്രൊട്ടക്ഷൻ പോലും നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കുന്നില്ല എന്നുള്ളതാണ്. പ്ലാസ്റ്റിക് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ നമ്മുടെ മൂവി വേൾഡിൻ്റെ തന്നെ ഇൻ്റർവ്യൂവിൽ വെള്ളം കുടിക്കുന്ന കാര്യത്തെക്കുറിച്ച്, നമ്മളെ ഈ മാംഗോ ജ്യൂസൊക്കെ വാങ്ങിച്ചിട്ട് നമ്മൾ വെള്ളം അതിൽ പിന്നെ അത് കഴിയുമ്പം വെള്ളം നിറച്ച് നമ്മൾ പിന്നെ വർഷങ്ങളോളം കൊണ്ടുപോവുക, ഒരു ദിവസമൊന്നുമല്ല. അതങ്ങോട്ട് പിന്നെ അത് പൊട്ടുന്നോടും വരെ നമ്മൾ പോവുക. ഇതെല്ലാം ഒരു പ്രാവശ്യം ഉപയോഗിച്ച് കളയേണ്ടതാണ് ആക്ച്വലി. കഴിഞ്ഞ ദിവസം ഞാനൊരു KSRTC ബസ് യാത്ര ചെയ്യുമ്പം ഡ്രൈവറുടെ ബാക്കിലുള്ള ഹോൾഡിങ്ങിൽ അയാൾ ഒരു കുപ്പി വെച്ചിരിക്കുകയാണ്. ഇതുപോലെ ഈ സ്പ്രൈറ്റിൻ്റെയൊക്കെ കുപ്പിയാണ്. അതുള്ള വെയിൽ മുഴുവൻ അടിച്ചാണ് പോകുന്നത്. എന്നിട്ട് ഈ വെള്ളം ഇയാൾ കുടിക്കും. മനസ്സിലായോ? എല്ലായിടവും നമ്മളെ ആരോഗ്യമല്ലാതാക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മളതിലൊന്നും ബോധേഡ് അല്ലെന്നുള്ളത്. വി ആർ റണ്ണിങ് ബിഹൈൻഡ് മണി, പിന്നെ കരിയർ, പ്രൊഫഷൻ, ഇതെല്ലാമാണ് നമ്മൾ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരാളോട് ഉറങ്ങാൻ പറഞ്ഞാൽ അയാൾക്ക് ഉറങ്ങാൻ സമയമില്ല, ഇല്ലേ? എന്നാൽ വെന്റിലേറ്ററിൽ പോയിട്ട് എന്തെങ്കിലും പറയാൻ പറ്റുമോ?